ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കടച്ചക്ക കൊണ്ട് നല്ല സ്വാദിൽ മസാല ചേർത്തിട്ടുള്ള വിഭവമാണിന്ന്. കടച്ചക്ക വറുത്തരച്ചതാണ്. 1/2 കിലോ ഉള്ള കടച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ തൊലി മുഴുവൻ ചെത്തിയിട്ട് എടുക്കണം. ഞെട്ടിൻ്റെ ഭാഗവും തൊലിയൊക്കെ കളഞ്ഞു നടുഭാഗം മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള കഷ്ണാക്കണം. നടുവശം കട്ടിയുള്ള ഭാഗം മുറിച്ച് കളയാം. ബാക്കിയുള്ള പീസസ് ആണ് നുറുക്കേണ്ടത്. വല്ലാണ്ട് വലിയ കഷ്ണമാവണ്ട, തീരെ കനം കുറയാൻ വേണ്ട. ഇതെല്ലാം നുറുക്കി കഴിഞ്ഞു. ഒരേ കനത്തിലാവുമ്പോൾ ഒരേപോലെ തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയിലേക്ക് ഒരു മുറി നാളികേരം ഇങ്ങനെ കഷ്ണാക്കിയത് നല്ല മൂത്ത നാളികേരമാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിയായിട്ട് ചെറുകിയ നാളികേരായാലും മതി. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി. ഇനി നാളികേരം ചേർക്കാം. 1 കപ്പ് നല്ലോണം ഉണ്ടത്. ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. നിറം മാറി നല്ലോണം മൂത്ത് വരണം. ഒന്ന് മൂത്ത് വന്നാൽ തന്നെ കുറച്ച് ഡ്രൈ ആയ പോലെ വരും. പതുക്കെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം നല്ലോണം മൂത്തു. ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ മതി, കാരണം നമ്മളിപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി നല്ലോണം 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മുളക് പൊടി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ചൂടായി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം നാളികേരം വറുത്തയിലേക്ക് പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ വെച്ചാൽ ചൂട് നല്ലോണം നിൽക്കണോണ്ട് കരിഞ്ഞു പോകും. ഇതിങ്ങനെ പരത്തിയിട്ട് പ്ലേറ്റിലേക്ക് ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ചൂടാറിക്കോളും. എന്നിട്ട് അരയ്ക്കാം. ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ആദ്യം വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കാം. പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള നുറുക്കിയത് 1 കപ്പ്, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റാം. കളറൊന്നും മാറിയാൽ മതി, സോഫ്റ്റ് ആയാൽ മതി. തീരെ കനം കുറച്ചിട്ടല്ല, ഏകദേശം സ്ക്വയർ പീസസ് ആയിട്ടാണ് സബോള നുറുക്കിയത്. 2 സബോളയാണ് എടുത്തേക്കണേ. ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി കടച്ചക്ക കഷ്ണങ്ങൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. കടച്ചക്കയിൽ വെള്ളമുണ്ട്, എന്നാലും 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആവിയിൽ വേഗം വെന്തോടും. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കടച്ചക്കയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്. അടച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ നല്ലോണം ആവി വരുന്നുണ്ട്. ഇങ്ങനെ 1/2 കിലോ കഷ്ണത്തിന് 1/4 കപ്പ് വെള്ളം വേണ്ടു വേവാൻ. പിന്നെ നാളികേരം വറുത്തരച്ചും കൂടി ഇനി ചേർക്കുമല്ലോ, അപ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. അരച്ചു വെച്ച നാളികേരം കൂടി ഒഴിക്കാം. ഇനി ഇളക്കാം. അരപ്പ് നല്ലോണം കഷ്ണത്തിൽ പിടിക്കണം. കഷ്ണം വെന്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി അടച്ചു വെക്കേണ്ട. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടി വറ്റിച്ചെടുത്താൽ മതി. ഈ പാകത്തിലാണെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലതാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. മസാല കഷ്ണത്തിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ് നല്ലത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കടച്ചക്ക മസാല ചൂടുള്ള കഞ്ഞിയുടെ കൂടെ നല്ല സ്വാദാണ്. സ്പൈസി ആയതുകൊണ്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ വിഭവമാണ്. നാളികേരം വറുത്തരച്ച് പാകത്തിന് മസാലയും ചേർത്ത് കഷ്ണത്തിലൊക്കെ മസാല നല്ലോണം പൊതഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ കടച്ചക്ക മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.